ഈസ്റ്റർ ദിനത്തിൽ ഉയിർത്തെഴുന്നേൽപ്പ് താരതമ്യവുമായി കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ. എത്ര സത്യസന്ധമായി ജീവിച്ചാലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും. സത്യം ഒരു നാൾ ഉയിർത്തെഴുന്നേൽക്കുമെന്നും ഈസ്റ്റർ ആശംസാ വീഡിയോയിൽ പി ദിവ്യ പറയുന്നു. നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഏത് പാതാളത്തിൽ നിന്നും തിരിച്ചു വരുമെന്നും പി ദിവ്യയുടെ പോസ്റ്റിൽ പറയുന്നു. അരുൺ പൂപ്പറമ്പയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുക കണ്ണൂരിൽ നിന്നും. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, പി ദിവ്യ ഇപ്പോൾ ഇന്ന് ഉയിർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തിൽ പറയുന്നു. ഈ ദിവസത്തിൽ പറയുമ്പോൾ അതിനൊരു വളരെ പ്രത്യേകതകളുണ്ട്, പ്രാധാന്യമുണ്ട്. ഒപ്പം തന്നെ പി ദിവ്യ വീണ്ടും സ്വന്തം പ്രവൃത്തികളെ ന്യായീകരിക്കുകയാണ്. പി ദിവ്യയുടെ ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ആദ്യം പോകാം. അതിനുശേഷം അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരും. സത്യസന്ധമായി ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും. എങ്കിലും നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാതാളത്തിലാണെങ്കിലും കൊതിച്ചുയർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത്. ഇരയുടെ വേദന തിരിച്ചറിയാത്തിടത്തോളം കാലം സമൂഹത്തിൻ്റെ മനസ്സ് എന്നും വേട്ടക്കാരൻ്റേത് തന്നെയാണ്. നമുക്കൊരു പതനമുണ്ടാകുമ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് തിരിച്ചറിവും ഈ അവസരത്തിൽ നമുക്ക് പാഠമാകും. നിലപാടുകൾക്ക് മുൾക്കിരീടം അണിയേണ്ടി വന്നാലും കുരിശുമരണം വിധിച്ചാൽ ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് വിവരങ്ങളുമായി. അരുൺ, മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അതിൽ ദിവ്യയെ വിമർശിച്ചും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചും ഒപ്പം ദിവ്യയെ അനുകൂലിച്ചും ഒരുപാട് പ്രതികരണങ്ങളും അത് പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴുള്ള ഈ വീഡിയോ പോസ്റ്റ് അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. എന്തെല്ലാമാണ് ഇതിൽ പറയുന്നത്? താൻ നിരപരാധി തന്നെയാണ് ഈ വിഷയത്തിൽ എന്ന് ഉറപ്പിക്കുന്നത് പോലെയുണ്ട് ഈ വാക്കുകൾ. സ്മിത, ഈസ്റ്റർ ആശംസ വീഡിയോയിലാണ് പി ദിവ്യയുടെ ഈ പരാമർശം ഉണ്ടായിട്ടുള്ളത്. കുരിശിലേറ്റപ്പെട്ട യേശുദേവന്റെ കഥ സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രതികരണം പി ദിവ്യ നടത്തിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് കൃത്യമായി അറിയാം തന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തനിക്ക് ഏൽക്കേണ്ടി വന്ന അത്തരം അനുഭവങ്ങളെ കൂടി സൂചിപ്പിക്കുന്ന രീതിയിലാണ് പി ദിവ്യ ഈ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഒരു നാൾ സത്യം ഉയർത്തെഴുന്നേൽക്കുമെന്നതാണ് അത്തരമൊരു ആമുഖമായാണ് പി ദിവ്യ വീഡിയോ തുടങ്ങുന്നത്. എത്ര സത്യസന്ധമായി ജീവിച്ചാലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും. അതായത് ഈ നവീൻ ബാബു കേസുമായി ബന്ധപ്പെട്ട് താൻ വേട്ടയാടപ്പെട്ടു എന്ന് പി ദിവ്യ വീണ്ടും ആവർത്തിക്കുകയാണ്. തന്റെ ഭാഗത്ത് അത്തരം കുറ്റം ആരോപിച്ചത് അത് കെട്ടിച്ചമച്ച കേസാണെന്ന് ആവർത്തിച്ച് പി ദിവ്യ പറഞ്ഞിരുന്നു. അങ്ങനെ ആൾക്കൂട്ടം കല്ലെറിഞ്ഞത് കാര്യമറിയാതെയാണ് എന്നതാണ്. നിസ്വാർത്ഥരായ മനുഷ്യർക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉയർത്തിയതിനാണ് യേശുദേവനെ പോലും ക്രൂശിച്ചത്. നിലപാടുകൾക്ക് മുൾക്കിരീടം അണിഞ്ഞ് കുരിശുമരണം വിധിച്ചാലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന സന്ദേശം ഈ നവീൻ ബാബു കേസുമായി ബന്ധപ്പെട്ട് അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പി ദിവ്യ പറയുന്നത്. താൻ ഇത്തരത്തിലൊരു ചെയ്യാത്ത തെറ്റിന് കുരിശിലേറ്റപ്പെട്ട ഒരാളാണ് എന്ന രീതിയിൽ കൂടിയാണ് പി ദിവ്യയുടെ ഈ പ്രതികരണം നമ്മൾ കാണേണ്ടത്. അത്തരത്തിൽ ഈസ്റ്റർ ആശംസ വീഡിയോയിൽ അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അതുകൂടി ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് പി ദിവ്യ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. സത്യസന്ധമായി ജീവിച്ചാലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും. ഈസ്റ്റർ ദിന സന്ദേശമായി പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് പി ദിവ്യ ഇങ്ങനെ പറഞ്ഞത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് ചേർന്നത്.